ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു കൊറിയൻ മാംഗോ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടി ഞാൻ ആദ്യം 2 മുട്ടയാണ് എടുത്തത്. 2 മുട്ട, അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഓരോരാളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. മധുരം കുറവാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് പിന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് തന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് പാൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കളറ് ആണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കളർ ചേർത്തിട്ടില്ല, അതിന് പകരം സാഫ്രോണാണ് ചേർത്തത്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചേർത്തത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി നേർപ്പിക്കാൻ പാടില്ല, കുറച്ചൊരു തിക്കായിട്ട് തന്നെ അതൊന്ന് അടിച്ചെടുക്കുക. ഇതാണ് ഞാൻ കളറാക്കിയിട്ട് ചേർത്തത്. ഇനി നമുക്കത് ദോശയാക്കി ചുട്ടെടുക്കാം. ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഫസ്റ്റത്തെ ദോശ ചുടുമ്പോൾ മാത്രം ഒന്ന് ബട്ടർ ഇട്ട് ഇതുപോലെ ടിഷ്യൂയോടൊന്ന് തുടച്ചെടുക്കുക. പിന്നെ നമുക്ക് എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ദോശ ചുട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി ഓരോരോ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടി. അത് നമുക്കെല്ലാം ഒന്നിച്ച് തന്നെ ആക്കിയെടുക്കാം. പിന്നെ ഇതിന് വേണ്ടി നല്ല മാംഗോ തന്നെ എടുക്കണം. നല്ല മധുരവും നല്ല മാംഗോ തന്നെ എടുക്കണം. ഇനി നമുക്കത് ഇതുപോലെ നല്ല സോഫ്റ്റായ നല്ല ദോശയായിരിക്കും. എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ ചുട്ടെടുത്ത് പിന്നെ മാംഗോ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി കുറച്ചൊരു വിപ്പിംഗ് ക്രീമും കൂടി വേണം. അത് ഫിയാനോ ക്രീം അടിച്ച് അത് കുറച്ചെടുത്തതാണ്. അത് അടിക്കുന്നത് കാണിച്ചിട്ടില്ല. അത് ഇതുപോലെ ദോശ 2 എടുത്ത് നമുക്കൊന്നത് തിരിച്ചിടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ മാംഗോ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ റോൾ ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ അത് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായി ടൈറ്റിൽ റോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ബാക്കി ഞാൻ ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഓരോ ദോശയും അതിൻ്റെ മേൽ ക്രീമും കുറച്ച് മാംഗോ ഒക്കെ ഇട്ടിട്ടാണ് ആക്കിയെടുത്തത്. അതൊരു ട്രേയിൽ ഇതുപോലെ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-1.5 മണിക്കൂർ അതൊന്ന് തണുപ്പിച്ചെടുക്കാം. കുറച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പം മാംഗോൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് മാംഗോൻ്റെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റുമാണ്. ഈ ദോശയും ഈ മാംഗോവും ഈ ക്രീമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതിപ്പം നല്ല ട്രെൻഡിങ് ആണല്ലോ. നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതന്നെയല്ലേ കാണുന്നത്. അതുപോലെ പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ മാംഗോ സീസണിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇത് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.